പുലിപ്പല്ല് കൈവശം വെച്ച കേസ് അതിൽ റാപ്പർ വേടന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. അന്വേഷണവുമായി സഹകരിക്കണം, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകും എന്നിങ്ങനെ കർശനമായ ഉപാധികളോടുകൂടിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതേസമയം മദ്യപാനവും പുകവലിയും അപകടമാണെന്നും അതിൽ നിന്ന് മുക്തനായി നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുമെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അന്വേഷണവുമായി സഹകരിക്കുക, എല്ലാ വ്യാഴാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥനു മുന്നിൽ ഹാജരാകുക എന്നീ കർശന ഉപാധികളോടെയാണ് പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. സമ്മാനമായി ലഭിച്ചത് യഥാർത്ഥ പുലിപ്പല്ലാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും സാധാരണക്കാരന് എങ്ങനെയാണ് പുലിപ്പല്ല് കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുന്നതെന്നും വേടൻ കോടതിയിൽ പറഞ്ഞു. മദ്യപാനവും പുകവലിയും അപകടമാണെന്നും അതിൽ നിന്ന് മുക്തനായി നല്ല മനുഷ്യനായി ജീവിക്കാൻ ശ്രമിക്കുമെന്നും വേടൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഒരുപാട് ആൾക്കാരോട് നന്ദിയുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എന്നെ കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്ന എൻ്റെ സഹോദരന്മാരോടാണ്. ഇവൻ്റെ പുകവലി മദ്യപാനമൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ബാഡ് ഇൻഫ്ലുവൻസ് ആണെന്ന് എനിക്കറിയാം. ചേട്ടനോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. നല്ലൊരു മനുഷ്യനായി മാറാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. പോയിട്ട് വരാം. പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാമെന്നും മൃഗവേട്ട വകുപ്പ് നിലനിൽക്കില്ലെന്നുമായിരുന്നു വേടന്റെ അഭിഭാഷകന്റെ വാദം. 2 ദിവസമായി തുടരുന്ന തെളിവെടുപ്പ് ഇന്ന് ഉച്ചയോടെ പൂർത്തിയായി. കഴിഞ്ഞ ദിവസം വൈറ്റിലയിലെ ഫ്ളാറ്റിലും ഇന്ന് രാവിലെ മുതൽ തൃശൂരിലെ വേടന്റെ വീട്ടിലും ലോക്കറ്റ് നിർമ്മിച്ച വിയൂരിലുള്ള സരസ ജ്വല്ലറിയിലുമായിരുന്നു തെളിവെടുപ്പ്. വേടന് പുലിപ്പല്ല് നൽകിയ ശ്രീലങ്കൻ പൗരൻ രഞ്ജിത്തിനായുള്ള വനം വകുപ്പിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൈരളി ന്യൂസ്, കൊച്ചി.